ധൂം ധൂം ദോ ദോ പവറിന്റെ ഗേറ്റ് വേഗം തുറക്കൂ. കൊള്ളാലോ, ഇത് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്രയും സ്പീഡിലാണ് പോകുന്നതെങ്കിൽ മിസൈൽ ലോഞ്ച് മാത്രമല്ല, ഊട് കഴിക്കാനുള്ള സമയം വരെ ആവും. അതെ, ഇതിപ്പോ ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. സംശയമുണ്ടോ? അതെ ചേട്ടാ, ഈ പാനിപൂരിക്ക് എത്രയാ? 20 രൂപയ്ക്ക് 4 എണ്ണം. 20 രൂപയ്ക്ക് 4? ഇതിനുപയോഗിക്കുന്ന വെള്ളം ഞങ്ങൾ തരുവാണെങ്കിൽ ഞങ്ങൾക്ക് എത്ര രൂപയ്ക്ക് തരുക? കള്ളൻ എന്റെ പേഴ്സ് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുന്നു. ആരെങ്കിലും വേഗം ഒന്ന് പിടിക്കേ. അല്ല, ഇതാരാണ്? ഞാൻ സൂപ്പർ ഹീറോ ദോദോ. ആ പേഴ്സ് എന്റെ കയ്യിലേക്ക് തരൂ. ഞാൻ തരില്ല. തന്നില്ലെങ്കിൽ 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, നിനക്ക് നല്ല ഇടി കിട്ടും. പിന്നെ രണ്ടാമത്തേത്, പോലീസ് വരുന്നത് വരെ നിനക്ക് ഇടി കിട്ടിക്കൊണ്ടേയിരിക്കും. ദാ നിങ്ങളുടെ പേഴ്സ്. മോഷ്ടിക്കാൻ നിനക്ക് നാണമാവുന്നില്ലടാ, കള്ളൻ. റിയൽ സൂപ്പർ ഹീറോ ദോദോ. താങ്കളെ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. താങ്കളുടെ പേരപ്പുറത്ത് തന്നെ താങ്കൾ സൂപ്പർ ഹീറോയാണ്. ഈ പേരിൽ 2 വിഷയങ്ങളാണുള്ളത്. ആദ്യത്തേത്, ഞാൻ ശത്രുക്കളെ പപ്പടമാക്കും. അതുകൊണ്ടാ എന്റെ പേര് ദോദോ. അപ്പൊ രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങ് 2 കാര്യങ്ങളാണ് സംസാരിക്കാറുള്ളത്. അതുകൊണ്ടാണ് അങ്ങയുടെ പേര് ദോദോ എന്നല്ലേ? ഫണ്ണിയാണല്ലോ. അല്ലല്ല, ഹണിയാണ്. മാത്രല്ല ഇതെന്റെ കൊച്ചളിയൻ ബണ്ണിയാണ്. കൂടാതെ എന്റെ പേര് സോർദാർ എന്നാണ്. ഞാന് നീ പോപ്പട്ടല്ലേ? അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇതിനാണ് പറയുന്നത് സൂപ്പർ ഹീറോയുടെ സൂപ്പർ ബുദ്ധി. പേര് പറയാതെ തന്നെ ആളെ തിരിച്ചറിഞ്ഞില്ലേ? ഓ, ഒരു മിസൈൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതിനെ ഉടനെ തടയണം. ദോദോ സാറേ, ഞങ്ങളൊക്കെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളെയും കൂടെ കൂട്ടാമോ? എങ്കിൽ എന്നോടൊപ്പം വരൂ. നമുക്ക് എങ്ങനെയും ഈ അപകടം തടയണം. പെട്ടെന്ന് എത്തുന്നത് കൊണ്ട് 2 കാര്യങ്ങൾ സംഭവിച്ചേക്കാം. ഒരുപക്ഷെ നമുക്ക് ഓടിയും എത്താം. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ എല്ലാവരെയും തന്നെ ഡയറക്റ്റ് ആയി ലൊക്കേഷനിൽ എത്തിക്കാൻ സാധിക്കും. എന്റെ ഈ ഗാഡ്ജറ്റിന്റെ സൂപ്പർ പവർ ഉപയോഗിച്ച്. അതെങ്ങനെയാ? ഞാൻ എന്റെ ഗാഡ്ജറ്റിന്റെ ബട്ടൺ അമർത്തിയാലുടൻ അപ്പൊ തന്നെ നിങ്ങൾ എന്നെ പിടിക്കണം. പിന്നീട് നമ്മൾ പറയുന്ന സ്ഥലത്ത് പറയുന്ന നേരം കൊണ്ട് പറന്നെത്തും. അത് കൊള്ളാലോ, നല്ല രസമായിരിക്കും. ഡോം ഡോം ദോദോ, പവറിന്റെ ഗേറ്റ് വേഗം തുറക്കൂ. പെട്ടെന്ന് എത്തിയല്ലോ, അത്ര രസം തോന്നിയില്ല. കഴുതേ, നമ്മൾ നിന്ന സ്ഥലത്ത് തന്നെയാ. വീണ്ടും ട്രൈ ചെയ്ത് നോക്കണമെന്നാ എനിക്ക് തോന്നുന്നത്. ഡോം ഡോം ദോദോ, പവറിന്റെ ഗേറ്റ് വേഗം തുറക്കൂ. ഇപ്പൊ നമ്മൾ എത്തിയോ? ഇല്ല ഹണി, നമ്മൾ ഇപ്പോഴും ഇവിടെ തന്നെയാണ്. ഇനി എന്താണ് ചെയ്യുന്നത് ദോദോ സാർ? ഞാൻ നിങ്ങളെയും കൊണ്ട് പറന്നു പോകും. സാറേ, അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്നാ തോന്നുന്നേ. ഞങ്ങൾ ആ ഓടുന്ന ലോറിയിൽ ചാടിക്കേറി വരാം. അപ്പൊ പെട്ടെന്ന് അവിടെ എത്തും. നിങ്ങൾ ആ ലോറിയിൽ പൊക്കോ, ഞാൻ ഈ ദോദോ അങ്കിളിന്റെ കൂടെ തന്നെ പറന്ന് അങ്ങോട്ട് വന്നോളാം. എന്തേ? ആയിക്കോട്ടെ, ഞങ്ങൾ പോവുകയാണ്. വരൂ. ഡോം ഡോം ദോദോ, പവറിന്റെ ഗേറ്റ് വേഗം തന്നെ തുറക്കൂ. ഇത് കൊള്ളാലോ, ഞാൻ ദേ പറക്കുവാണ്. അയ്യോ, എന്താ പറ്റിയേ? പറന്നപ്പോ ഇദ്ദേഹത്തിന്റെ ചിറകിതേ പറന്നുപോയി. ചിറക് അങ്ങോട്ടും പോയി, ഞങ്ങൾ ഇങ്ങോട്ടും വന്നു.
ദോദോ സാറേ, സാറിന്റെ പവർ എന്താണ് പ്രവർത്തിക്കാത്തത്? അങ്ങയുടെ ആ പവർ ഞങ്ങൾക്ക് കാണിക്കൂ. ആ കള്ളനെ പിടിച്ചപ്പോഴുണ്ടായിരുന്ന അതേ പവർ തന്നെ ഞങ്ങൾക്ക് ഉടൻ തന്നെ കാണിക്കൂ. അതിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യത്തേത്, ഞാൻ എന്റെ ഗാഡ്ജറ്റ് നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ രണ്ടാമത്തെ കാര്യം എന്താണാവോ അങ്ങളെ? അത് പിന്നെ ഞാൻ അബദ്ധത്തിൽ ആ കള്ളന്റെ മേത്ത് വന്ന് വീണതാണ്. മിക്കവാറും ഈ പ്രായത്തിൽ എന്റെ ശക്തികൾ കുറഞ്ഞു വരികയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വേഗം ഈ ഒന്തോണ്ടിയെ കയറിയിരിക്കൂ. ഞാൻ ഇതിനെ സൂപ്പർ വേഗത്തിൽ ഓടിക്കാന്നേ. ഇത്രയും നേരം പറഞ്ഞതൊക്കെ തലകീഴായ നടന്നത്. നമുക്ക് വേറെ ഐഡിയ നോക്കേണ്ടി വരും. എന്താ പറ്റിയേ? നമ്മളെന്താ നിന്നുപോയത്? എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിന് സൂപ്പർ ബോട്ട് കേടായെന്നാണ്. ഞാൻ വേണമെങ്കിൽ ഇതിന്ന് ഇറങ്ങി തള്ളാം. എന്റെ അമ്മോ, എന്റെ തലയാകെ കറങ്ങുന്ന പോലെ തന്നെ ഉണ്ട്. തള്ളുമ്പോ അല്പം മയത്തിലൊക്കെ തള്ളിയില്ലെങ്കിൽ ഇങ്ങനൊക്കെ സംഭവിക്കും. സംശയമുണ്ടോ? ഇനി എന്തുമാത്രം ദൂരമുണ്ട് എന്റെ ദോദോ സാർ? ഇത് തന്നെയാണ് ആ സ്ഥലം. ഇവിടെ നിന്ന് തന്നെയാണ് ആ മിസൈൽ ലോഞ്ച് ആകാൻ പോകുന്നത്. ഇതിന്റെ അകത്തേക്ക് എങ്ങനെയാണ് പോവുക? ഞാൻ ഈ ഡോർബെൽ അടിക്കാം. അപ്പൊ അകത്തുനിന്ന് വന്ന് ആരെങ്കിലും തുറക്കും. എടാ മണ്ട, എല്ലാം അടിച്ച അവർക്കെല്ലാം മനസ്സിലാവും നമ്മൾ അവരെ ബ്ലോക്ക് ചെയ്യാൻ വന്നതാണെന്ന്. സംശയമുണ്ടോ? ഡോണ്ട് വറി, എന്റെ കയ്യിലുള്ള ലേസർ ബബിൾ ഇതാ ഉപയോഗിക്കാനുള്ള സമയമായിരിക്കാണ് കൂട്ടുകാരെ. ഉപയോഗിക്കാനല്ല, ആ ലേസർ വലിച്ചെറിയാനുള്ള സമയമായി. ധൂം ധൂം ധോ ധോ. പവറിന്റെ ഗേറ്റ് വേഗം തുറക്കൂ. Come on, Dodo sir. കൊള്ളാലോ, ഇത് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ? ഇത്രയും സ്പീഡിലാണ് പോകുന്നതെങ്കിൽ മിസൈൽ ലോഞ്ച് മാത്രമല്ല, ഊട് കഴിക്കാനുള്ള സമയം വരെ ആവും. അതെ, ഇതിപ്പോ ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. സംശയമുണ്ടോ? ആ കൊള്ളാലോ, നിന്റെ കയ്യിലും വല്ല സൂപ്പർ ഗാഡ്ജറ്റും ഉണ്ടോ? ആ ഉണ്ടല്ലോ. ദാ ഇതിനെയാണ് ചിറകെന്ന് പറയുന്നത്. Come on. വാ, വാ, വാ. യെസ് യെസ്, ഇനി ബുക്കാളിനെ ഈ മിസൈൽ ലോഞ്ച് ചെയ്യിക്കുന്നതിൽ നിന്നും ആർക്കും പിന്തിരിപ്പിക്കാൻ കഴിയില്ല. ഇവിടെ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അവിടെ തീർച്ചയായും നശിക്കും. യെസ് യെസ്. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ നിനക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല ബുക്കാൾ. ദോദോ നീയായിരുന്നു. യെസ് യെസ്. കൂട്ടുകാരെ, ഈ ദോദോയെ നന്നായിട്ടൊന്ന് കൈകാര്യം ചെയ്യ. ധൂം ധൂം ധോ ധോ. പവറിന്റെ ഗേറ്റ് ഉടൻ തുറക്കൂ. ഇനി നീ എന്ത് ചെയ്യും ദോദോ? നിന്റെ കയ്യിലുള്ളതാണെങ്കിൽ താഴെ പോയി ഇനി രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ആദ്യം സംഭവിക്കാൻ പോകുന്നത്, ഞാൻ നിന്നെ തരിപ്പണമാക്കും. എന്നാ രണ്ടാമത്തെ കൂടെ പറഞ്ഞേക്കേ, അതെന്തിനാ ബാക്കി വെച്ചിരിക്കുന്നത്? രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, വേഗം തുടങ്ങ്, വേഗം തുടങ്ങ്, അല്ലെങ്കിൽ ഇവർ നമ്മുടെ മുതുകിൽ തുടങ്ങി വെക്കും. ദോദോ, താങ്കൾ എവിടെയാണ്? താങ്കളെ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. നിങ്ങളെയും എനിക്ക് കാണാൻ കഴിയുന്നില്ല കുട്ടികളെ.
എന്തായി സംഭവിക്കുന്നത്? എന്നെ വിട്, എന്നെ വിട്, എന്നെ വിട്. പിടികിട്ടി തന്നെ. എക്സ്ക്യൂസ് മീ. ഇവർ രണ്ടുപേരെയും വേഗം കെട്ടിയിടാ. നിന്നെ പോലുള്ള പഴയ ഹീറോസിന് എന്റെ മിസൈൽ തടയാൻ കഴിയുകയില്ല. ഇനി നിങ്ങൾ എന്ത് ചെയ്താലും ഒരു ഫലവും ഉണ്ടാവുകയില്ല. പോപ്പട്ട്, നീ പോയി ഇൻസ്പെക്ടർ പാണ്ഡയെ വിളിച്ചോണ്ട് വാ. അതുവരെ ഈ മിസൈൽ ഞങ്ങൾ ഓഫ് ചെയ്യാൻ ശ്രമിക്കാം. ദോദോ, വേഗം തന്നെ എന്തെങ്കിലും പവർ ഉപയോഗിക്കേ. ധൂം ധൂം ദോ ദോ, പവറിന്റെ ഗേറ്റ് ഉടൻ തുറക്കൂ. കൊച്ചളിയ, ഇത്രയും നേരം നിങ്ങൾ ഇത് എവിടെയായിരുന്നു? അവരെയും പിടിച്ചു കിട്ടാൻ നോക്ക് വേഗം. സൂപ്പർ ഹീറോക്ക് സൂപ്പർ ഉന്നം തന്നെയാണ്. ദേ മുടി പോയി. ഇനി ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടോ. ഞാൻ ആ മിസൈൽ ഓഫ് ചെയ്യാം. ഇവൻ തന്നെയാണ് അവൻ. ഇവൻ മിസൈൽ ലോഞ്ച് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ബുക്കാൽ, ഇവനൊരു വാണ്ടഡ് ക്രിമിനൽ ആണ്. നിങ്ങൾ അവനെ പിടിച്ചത് വളരെ നല്ല കാര്യമാണ്. ഇവനെ ഞങ്ങളല്ല, സൂപ്പർ ഹീറോ ദോദയാണ് പിടിച്ചത്. ഒരിക്കലുമല്ല കുട്ടികളെ, നമ്മളെല്ലാവരും ചേർന്നാണ് പിടിച്ചത്. ഇതിലും രണ്ട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ഈ നഗരം നിങ്ങളെ പോലുള്ള നല്ല ആൾക്കാരുടെ കയ്യിലാണ്. അപ്പൊ ഈ രണ്ടാമത്തെ കാര്യം എന്താണാവോ? ഇനി എനിക്ക് വേണമെങ്കിൽ സമാധാനത്തോടു കൂടി റിട്ടയർ ചെയ്യാൻ തുടങ്ങാം.